₹35 സാനിറ്ററി പാഡുകളിൽ പോലും ഫോട്ടോ ഒട്ടിച്ച് പ്രഹസനം കാണിക്കുന്ന നേതാക്കളുള്ള പാർട്ടിയിൽ നിന്നും വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലാവാത്ത ഒരു രാഷ്ട്രീയമുണ്ട്. കട്ട പൈസയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലാത്തത് മനസ്സിലാക്കാം എന്ന് കരുതി ഇമാതിരി മണ്ടത്തരങ്ങളൊക്കെ വിളമ്പാമോ? വയനാട്ടിൽ ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകിയതിന് തെളിവുണ്ടോ എന്നാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അഴിമതി കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മതിഭ്രമം ബാധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ജൽപ്പനങ്ങൾ മറുപടി അർഹിക്കുന്നതല്ല. എന്നാലും ആ വിടുവായത്തം കേട്ട് ഒരാൾ പോലും തെറ്റിദ്ധരിച്ചാൽ അത് വയനാടിനു വേണ്ടി കൈകോർത്തവരോടുള്ള നീതികേടായിരിക്കും എന്നുള്ളത് കൊണ്ട് ചിലത് പറയാം. വയനാട് വീട് നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച സന്ദർഭത്തിൽ ദുരിതബാധിതർക്ക് ആ സഹായം ഒരിക്കലും ഒരു ഔദാര്യമായി തോന്നാതെ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമായി തോന്നണമെന്ന കാഴ്ചപ്പാടാണ് ഡിവൈഎഫ്ഐക്കുണ്ടായിരുന്നത് എന്നത് തുടക്കത്തിലെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നിർമ്മാണം ആരംഭിച്ച ടൗൺഷിപ്പിൽ ഒരു വീടിന് 20 ലക്ഷം വെച്ച് 100 വീടിന്റെ നിർമ്മാണ ചെലവായ 20 കോടി നൽകാൻ ധാരണയായതും കരാറിൽ ഒപ്പുവെച്ചതും. ആ കരാറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അല്ലാതെ നേരിട്ട് വീട് വെച്ച് കൊടുത്ത് ഡിവൈഎഫ്ഐ ഗ്രാമമുണ്ടാക്കാനോ അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കും വിധം പാർട്ടി അല്ലെങ്കിൽ സംഘടനാ ചിഹ്നങ്ങൾ വീട്ടിൽ പതിപ്പിക്കാനോ ഉദ്ദേശിച്ചിട്ടല്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന് ചിലപ്പോൾ ഒരു അത്ഭുതമായി തോന്നാം. ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമ്പോൾ പോലും അതിൽ സർക്കാരിന്റെ ചിഹ്നങ്ങളൊന്നും പാടില്ല എന്നൊരു നിലപാട് LDFനുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ പൗരനുള്ള ഔദാര്യമല്ല, അവകാശമാണ് എന്നൊരു സാമൂഹ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ നയമാണത്. ഒരു സഹായം കൈപ്പറ്റിയതിന്റെ പേരിൽ ഒരു സാധാരണ മനുഷ്യന്റെയും ആത്മാഭിമാനത്തിൽ മുറിവേൽക്കരുത് എന്നതാണ് സർക്കാരിനെ പോലെ ഡിവൈഎഫ്ഐയുടെയും കാഴ്ചപ്പാട് എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞത്. ഒരു രാവിരുണ്ട് വിളക്കുമ്പോഴേക്കും മണ്ണിനടിയിൽ നഷ്ടമായ ചില ജീവിതങ്ങൾ. കേരള മനസാക്ഷിക്ക് മുന്നിൽ കണ്ണീരുണങ്ങാത്ത ചിത്രങ്ങളാണവ. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തുടക്കം മുതൽ ദുരന്തമുഖത്തുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ എന്നതും കേരളം കണ്ടതാണ്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് വയനാടിനായി 25 വീടുകൾ നൽകാമെന്ന് പ്രഖ്യാപിച്ചതും പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യത്തോടൊപ്പം സുമനസ്സുകളുടെ പിന്തുണയും കൂടിയായപ്പോൾ അത് 100 ഉയർത്താൻ സാധിച്ചതും. പേരില്ലാതെ വീട് കൊടുക്കുന്നതിന്റെ രാഷ്ട്രീയം യൂത്ത് കോൺഗ്രസിന് മനസ്സിലാവില്ല. ഇനി ആരുടെ പേര് വെക്കുമെന്ന തർക്കം വന്നതുകൊണ്ടാണോ പണം നമുക്കങ്ങ് മുക്കാം എന്ന അന്തിമ തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയത് എന്നും പറയാൻ പറ്റില്ല.